ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വർക്കല പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ എൻ്റെ ഒരു ദിവസമാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ എന്നും 5:30ക്കാണ് കേട്ടോ ഉണരുന്നത്. അപ്പം എല്ലാവരും അലാറം വെച്ച് എഴുന്നേറ്റിട്ട് രാവിലെ ബ്രഷൊക്കെ ചെയ്ത് ബാത്റൂമിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ വെള്ളമെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾക്ക് 6 മണിയാകുമ്പോൾ യോഗയ്ക്ക് പോകണം കേട്ടോ. അപ്പം അതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ അതാണ്ട് കണ്ടോ, 7 കട്ടിലാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം ഞാനുള്ള സമയത്ത് മിക്കവാറും ഒക്കെ 5 പേരേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ നല്ല തിരക്കാന്ന് പറയുന്നു. അപ്പം ഇപ്പോഴൊക്കെ ഫുള്ളാണ് കേട്ടോ. വെക്കേഷനും കൂടെയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ബ്രഷെല്ലാം ചെയ്തു വാഷ്റൂമിലെല്ലാം പോയിട്ട് ഞാൻ തൻ്റെ കുറച്ച് വെള്ളം കുടിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ്. രാവിലെ തൊട്ടേ അത് ആരംഭിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വെള്ളം കുടി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ കൊച്ചു കുട്ടികളെ പോലെ ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിലൊക്കെ പോലെ സംസാരിക്കുന്നതെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഇത്രയും അച്ചടക്കത്തോടു കൂടി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഹോസ്പിറ്റലെന്ന് നമുക്കത് പറയാൻ പറ്റത്തില്ല. കുറേ ഫ്രണ്ട്സുമായിട്ട് നമ്മളൊരു ഹോസ്റ്റലിൽ കുറച്ച് ദിവസം നിന്ന ഒരു ഫീലാണുള്ളത്. അതിനിടയ്ക്ക് കൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഹെവിയല്ല, ഒന്നും വേദന ഉണ്ടാക്കുന്നതുമല്ല. നമ്മളുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതാണ്ട് വെള്ളമെല്ലാം കുടിച്ച് സെറ്റായി. അപ്പം 6 മണിയാവാൻ കുറച്ചും കൂടെ സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു റൗണ്ട് താഴെ ഇറങ്ങിപ്പോയി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നടപ്പെന്ന് പറഞ്ഞാൽ എനിക്കത്ര നടന്നുകൂടാ, പക്ഷെ നടക്കുന്നത് നല്ലതാണ്. ഒരുപാട് പേര് നടക്കുന്നുണ്ട്, രാവിലെയും വൈകുന്നേരമൊക്കെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് തേയ്മാനം ഉള്ളത് കൊണ്ട് നടക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. അപ്പം നമ്മളുടെ ഇവിടുത്തെ ഈ 10 ദിവസത്തെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുപാട് നമ്മളെ സെർവ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു ലിഫ്റ്റ്. അപ്പം നമ്മൾ ജസ്റ്റ് മുകളിൽ പോകാനും ജസ്റ്റ് താഴെ പോകാനും അതെല്ലാം രണ്ടാമത്തെ നിലയിൽ പോകണം. എപ്പോഴും നമുക്കൊരു ജ്യൂസ് മേടിക്കണമെങ്കിലും വെള്ളം എടുക്കണമെങ്കിൽ സദാസമയം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇവിടുത്തെ ലിഫ്റ്റ്. ഒരു ചെറിയ ലിഫ്റ്റാണ് കേട്ടോ, പക്ഷേ ഇവിടെ കയറുമ്പോൾ ചുറ്റിനും കണ്ണാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വണ്ണം കുറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് വിഷമം വരും കേട്ടോ. എല്ലാവർക്കും ഉള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കയറിയിട്ട് നമ്മളെ കണ്ട് ഞെട്ടിയിട്ട് ഏത് ഫ്ലോറിലേക്കാണ് പോകേണ്ടത് ഞങ്ങൾ പ്രസ് ചെയ്യാതെ തന്നെ ഞങ്ങളിങ്ങനെ നിന്ന് പോകും കേട്ടോ. അപ്പം അത്രയ്ക്കും മറവിയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഒരു നായ്ക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പേര് തോമസ് എന്നാണ് കേട്ടോ. അപ്പോൾ തോമസ് എന്ന് വിളിച്ചാൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിട്ട് ഓടി വരും കേട്ടോ. എന്നിട്ട് തടവാനൊക്കെ നിന്ന് തരും കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. അവരവിടെ വാക്സിനൊക്കെ എടുത്ത് അവർ തന്നെ ഫുഡ് കൊടുത്ത് പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഫസ്റ്റ് ആ ഒരു കയറുന്ന എൻട്രൻസിൽ തന്നെ അവൻ മിക്കവാറും കാണും കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു പുതിയ കെട്ടിടം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവ അതിൻ്റെ മുകളിൽ കാണും കേട്ടോ. അപ്പം ഞങ്ങളുടെ എല്ലാം തോമസ് കുട്ടിയാണ് കേട്ടോ അവൻ. അപ്പം അതെല്ലാം കഴിഞ്ഞൊരു 10 മിനിറ്റൊക്കെ താഴെ നിന്നിട്ട് ഞങ്ങളിഞ്ഞ് മുകളിൽ കയറി വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് യോഗ മാറ്റ് എടുത്ത് ഞങ്ങൾ യോഗ ക്ലാസ്സിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പണ്ടത്തെ അവിടുത്തെ യോഗ ക്ലാസ് എന്ന് പറഞ്ഞാൽ സൈഡിലുള്ള ഒരു ഷെഡിനകത്ത് വെച്ചാണ് നടത്തിയിരുന്നത്. ഒരു ഓഡിറ്റോറിയം വെച്ചൊരു സംഭവമുണ്ട്, അപ്പോൾ അവിടെ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. അപ്പം അവിടെ ഇപ്പോൾ ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിപാടികളും ഡെക്കറേഷനും ഒക്കെ ചെയ്യേണ്ടി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൊണ്ട് ഈ മുകളിലത്തെ ഏറ്റവും മുകളിലോട്ടുള്ള ടെറസിൽ വെച്ചാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യോഗ ക്ലാസ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ചികിത്സാ കേന്ദ്രം നിൽക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റും കടലാണ് കേട്ടോ, നോക്കത്താ ദൂരത്ത് കടലാണ്. അപ്പോൾ രാവിലത്തെ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭീകര സുന്ദര വൈബാണ് കേട്ടോ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഏകദേശം ഒരു 5:45-6 കയറും കേട്ടോ. മിക്കവാറും ചന്ദ്രൻ്റെ ആ ഒരു നിഴലൊക്കെ ആ ഒരു കടലിൻ്റെ ഓളപ്പരപ്പിൽ വന്നിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം ഇപ്പം മുകളിലത്തെ ടെറസ് തുറന്നിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമ്മളുടെ ഡോക്ടർ വരണം കേട്ടോ. അപ്പം ഓരോ സമയത്തും ലിഫ്റ്റ് വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കും ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് താണ്ടെ യോഗ ക്ലാസ്സിനായിട്ട് പോവുകയാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരു 10, 25, 30 പേരൊക്കെ ഉണ്ട് കേട്ടോ ഒരു സമയം. ചിലർ വരത്തില്ല, ചിലർക്കത് ചെയ്തുകൂടാ, ചിലർ മാറ്റ് കൊണ്ടുവരാൻ മറന്നവരുണ്ട്. അവിടെ കയറിയാൽ പിന്നെ മാറ്റ് നമുക്കായിട്ട് മേടിക്കാൻ ഒക്കത്തില്ല, പിന്നെ നമുക്ക് ആരെങ്കിലും മേടിച്ചുകൊണ്ട് തന്നാലേ പറ്റത്തുള്ളൂ കേട്ടോ. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും. അപ്പം മിക്കവാറും ഒക്കെ ഉള്ളവരെല്ലാം ദൂരെ ഉള്ളവരാണ്. അപ്പം അവർക്ക് മേടിക്കാൻ നിർവാഹമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കയ്യിൽ കൊടുത്തുണ്ട്, അതൊന്നും ആരും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ ടെറസ് വന്നിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ടെറസ്. അങ്ങനെ ഞങ്ങൾ യോഗ ക്ലാസ്സിൽ പോണതിന് മുമ്പ് കടലിനെയൊക്കെ ഒന്ന് നല്ലോണം കണ്ടു. കാരണം ക്ലാസ് കഴിഞ്ഞാൽ
എപ്പോഴും ഡോക്ടർ പറയും പോന്ന് പറയും കേട്ടോ. എല്ലാവരും പോയിട്ട് അവർക്കത് പൂട്ടിയിട്ട് വേണം താഴേക്ക് വരാനായിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തു കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ, ചിലപ്പോഴൊക്കെ ഇതുവഴി ബോട്ടൊക്കെ ചീറിപ്പായുന്നത് കേൾക്കാം കേട്ടോ. അപ്പം അതൊന്നും പക്ഷേ ഇപ്പം കാണുന്നില്ല. യോഗ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴത്തെ നിലയിൽ, അതായത് രണ്ടാമത്തെ നിലയിൽ തന്നെയാണ് നേഴ്സിംഗ് ട്രീറ്റ്മെൻറ്റ് റൂം ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു സിസ്റ്റർ കാണും. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് നമ്മൾ റൂമും നമ്മുടെ പേരും പറയുമ്പോഴത്തേക്കും നമുക്ക് അന്ന് എന്താണോ ട്രീറ്റ്മെൻറ്റ് അത് അവർ പറയും. അതായത് നമുക്ക് രാവിലെ ഉച്ചയ്ക്കകം നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ട്രീറ്റ്മെൻറ്റ് കാണും. പ്ലസ് അക്യുപഞ്ചർ ഉണ്ടെങ്കിൽ അതും കാണും കേട്ടോ. അപ്പം 2 ട്രീറ്റ്മെൻറ്റാണ് ഒരു നോർമൽ ആൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം എന്താ ഈ ഒരു ബുക്കിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് വന്നാൽ നമ്മുടെ റൂമിലുള്ള എല്ലാവർക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഡൈനിങ് ഹാളിൽ വന്ന് ഫസ്റ്റ് ജ്യൂസായ നമ്മുടെ കുമ്പളങ്ങ ജ്യൂസും കുടിച്ച് എനിക്കിന്ന് മസാജിങ് ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മസാജ് ചെയ്യുന്ന സ്ഥലം. അപ്പം അവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 9 മണിക്ക് ഉള്ള ഒരു ജ്യൂസും കൂടെ ഉണ്ട്. അപ്പം അതിനുള്ള പാത്രവും കൊണ്ടാണ് ഞങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാവരും ഇതുപോലാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം എനിക്ക് പ്രത്യേകതയായിട്ട് ചെയ്തു അങ്ങനെയല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ 9 മണിക്ക് താണ്ടേ ഞങ്ങൾക്ക് തണ്ണിമത്തൻ ജ്യൂസാണ് കിട്ടിയത്. അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസിന് ഈ പാത്രം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ നമ്മൾ ഗ്ലാസും കപ്പോ കൊണ്ടുവന്ന് നമുക്ക് അടച്ചു വയ്ക്കാൻ പാടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പാത്രം കൊണ്ടുവന്നത്. അപ്പം ഏറെ സമയത്തെ മസാജിന് ശേഷം ഞാൻ താണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം കേര വെളിച്ചെണ്ണ വെച്ചാണ് കേട്ടോ ഒരു മസാജ് ചെയ്യുന്നത്. നല്ല സൂപ്പർ മസാജാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് താണ്ടി ക്ഷീണിച്ച് അവശയായിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുളിയാണ്. അപ്പം അതിനു മുമ്പ് ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ വന്ന് രാവിലത്തെ റൗണ്ട്സിന് വന്നതാണ്. അപ്പോൾ ഡോക്ടറും ഒരു സിസ്റ്ററും കൂടാണ് വരുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പം അടുത്തത് എൻ്റെ കുളിയും കഴിഞ്ഞു. ഇപ്പം ഞാൻ വന്നിരുന്നിട്ടുണ്ട്. കുളിയുടെ സമയത്ത് തന്നെ നമ്മൾ അവരവരുടെ തുണികളെല്ലാം കഴുകി നമ്മൾ വിരിക്കാറുണ്ട്. കാരണം പിന്നെ അത് എണ്ണയൊക്കെ മുങ്ങിക്കിടക്കുന്ന പിന്നെ പാടാണ്. അതുകൊണ്ട് എല്ലാവരും അപ്പോഴപ്പോഴും തന്നെ കുളിക്കുമ്പോൾ തന്നെ എല്ലാം കഴുകി തന്നെ നമ്മൾ അവിടുത്തെ ഒരു ബാൽക്കണിയിൽ തന്നെ വിരിച്ചാണ് ഉണക്കാറുള്ളത്. ക്ലിപ്പൊക്കെ ഇട്ട് ഉണക്കും. അപ്പം അതിന് ശേഷം ഞാൻ താണ്ടെ പഴം ജ്യൂസാണ് നമുക്ക് 11:30. അപ്പം എനിക്ക് ആരോ വാങ്ങിച്ചുകൊണ്ട് തരും. അപ്പം ഞങ്ങളുടെ റൂമിലുള്ളവർ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഒരാൾ ട്രീറ്റ്മെൻറ്റിന് പോയാൽ അടുത്ത ആൾ പോകുമ്പോൾ നമുക്കുള്ള സാധനം കൂടെ മേടിച്ചുകൊണ്ട് വരും. അതിപ്പോൾ ആരായാലും ചിലർക്ക് നമ്മൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അപ്പം അതിനകത്തൊക്കെ ഭയങ്കര സഹകരണ മനോഭാവമാണ് കേട്ടോ ഈ പേഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ജ്യൂസ് കുടിക്കുകയാണ്. ഈ പഴം ജ്യൂസൊക്കെ കുടിച്ചാൽ നമുക്ക് വിശക്കത്തേ ഇല്ല കേട്ടോ. അതിന് ശേഷം കുറേ വെള്ളവും കൂടെയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. കാരണം ഇനി നമുക്ക് 1 മണിക്കേ ജ്യൂസുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, കുറേ ദിവസം കൊണ്ടേ കണ്ടോ നമ്മൾ ഡൈ ഒന്നും അടിക്കാതെ കണ്ടോ നമ്മുടെ തനി നിറം പുറത്താകുന്നത് കണ്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഇച്ചിരി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 1 മണിക്കുള്ള ജ്യൂസിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് 1 മണിക്ക് എന്നും നമുക്ക് നാരങ്ങ ജ്യൂസാണ് കിട്ടുന്നത്. ശർക്കര പാനിയൊക്കെ കാച്ചി അങ്ങനെ ഒരു നാരങ്ങ ജ്യൂസാണ് കിട്ടുന്നത്. ഇഞ്ചിയൊക്കെ ചേർക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് പൊതുവേ ആരോഗ്യപരമായി നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഗ്യാങ്ങായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങളൊക്കെ പോയിട്ട് അപ്പോൾ കണ്ടോ കുറച്ച് പേര് മേടിച്ചുകൊണ്ട് വരും, കുറച്ച് പേര് അകത്തോട്ട് കയറി മേടിക്കാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം കയറിയിട്ട് പിന്നെ നമ്മൾ നമ്മളുടെ പ്രതിബിംബം നോക്കി നമ്മൾ വിഷമിക്കുന്ന രംഗമാണ് കേട്ടോ ഇപ്പോഴും. അയ്യോ നമ്മളുടെ വണ്ണം കുറഞ്ഞില്ലല്ലോ, നമ്മൾ ഇത്രയും ദിവസമൊക്കെ കുടിച്ചിട്ടും നമ്മളെ വണ്ണം കുറഞ്ഞില്ലല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കുടിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അവർ നമുക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ എനിക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പൈനൽ സ്പ്രേ ആണ്. അപ്പം അതിനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂമിൽ പോകണം. അങ്ങനെ പോവുകയാണ്. അപ്പം പലർക്കും പല സമയത്ത് ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും കേട്ടോ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ്. ചില മഡിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് റൂമിൽ തന്നെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഇതിൻ്റെ പേരാണ് കേട്ടോ ഡ്രൈ സോണ. അപ്പോൾ ഇതും പിന്നെ നമുക്ക് ഇവിടെ സ്റ്റീം ബാത്തും ഒക്കെ ഈ ഒരു സംഭവമാണ് കേട്ടോ സ്റ്റീം ബാത്ത്. അപ്പോൾ അതെല്ലാം ഉള്ള ഒരു റൂമാണ് കേട്ടോ ഇത്. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് രാവിലെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സ്പൈനൽ സ്പ്രേ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ കുറേ സമയം നമ്മളിരിക്കും. ഇരുന്നതിന് ശേഷം ഒരു 5:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി നടക്കും. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് ആൾക്കാർ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നത് ഈ സമയത്താണ്. ഓട്ടമൊന്നുമില്ല, നല്ല ഹൈ സ്പീഡിലൊക്കെ നടക്കും കേട്ടോ എല്ലാവരും. നല്ല വണ്ണം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ വരുന്നവരുടെ ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ. അപ്പം അതിനായിട്ട് അവർ എന്ത് വേണമെങ്കിലും എത്ര സ്പീഡിൽ വേണമെങ്കിലും നടക്കും കേട്ടോ. നടന്നാൽ ഒരുപാട് വ്യത്യാസം വരും നമ്മളുടെ വെയിറ്റിൽ. പക്ഷേ എനിക്ക് നടക്കാനൊന്നും ഒക്കത്തില്ല, ഗേസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കുശുമ്പൊക്കെ ഉണ്ട് നടക്കുന്നവരുടെ കൂടെ കേട്ടോ. അപ്പം ഞങ്ങൾ ദാണ്ടേ വന്ന് ഒരു മൂലയുണ്ട്. അപ്പോൾ ആ മൂലയിൽ നിന്ന് ഞങ്ങൾ എന്നും ദാ ഈ ഒരു സൂര്യനെ കണ്ട് നോക്കി ഇങ്ങനെ ഇരിക്കും. സൂര്യൻ താഴോട്ട് പോകണമെന്ന് നോക്കിയിരിക്കും. നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഭയങ്കര ജനത്തിരക്കാണ് കേട്ടോ. ഒന്നും ഇടാനായിട്ട് ഇത് ഇതിൻ്റെ സൈഡാണ് കേട്ടോ. അപ്പം ഫ്രണ്ടിലോട്ടൊന്നും സ്ഥലം കാണത്തില്ല, അത്ര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം കണ്ട് ഞങ്ങൾ ഞെട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. പാരാഗ്ലൈഡിങ്ങിന് നമുക്കൊരു ഇൻസ്ട്രക്ടർ കാണും, പിന്നെ നമ്മൾ കയറും. അപ്പം നമുക്ക് 4500 രൂപയാണ് കേട്ടോ അവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ 500 രൂപയും കൂടെ എക്സ്ട്രാ ആവും കേട്ടോ. അപ്പം അതെല്ലാം ഒരുപാട് ആൾക്കാർ കയറി ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ, പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ മൊത്തത്തിൽ പൊക്കത്തിലോട്ടൊക്കെ പറക്കുന്ന ഭയങ്കര പേടിയായതുകൊണ്ട് അവരെയൊക്കെ ബഹുമാനപൂർവ്വമാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ കമ്പി അഴികളിൽ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ റൂംമേറ്റ്സുകളെല്ലാം അവിടങ്ങളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിലാണ് നമ്മളെല്ലാവരെയും കാണുന്നതും പരിചയപ്പെടുന്നതും. കാരണം അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ചിലർക്കൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും, ഇപ്പോൾ ചിലർ മാത്രമേ ഡൈനിങ് ഹാളിൽ വരുത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആരെയും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവരെയും കൂടെ ഒന്നും കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ സമയത്ത് എല്ലാവരും നടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിക്കും കേട്ടോ. അങ്ങനെ സംസാരിച്ച് സമയം പോണത് അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മളുടെ അവിടെ ഒരു സൂപ്പുണ്ട്. അപ്പോൾ അതിനൊരു ബെല്ല് മുഴങ്ങും. അപ്പോൾ ആ ഒരു ബെല്ല് കേൾക്കുമ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ് പതുക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ പോയി ആ ഒരു ഹാളിലേക്ക് പോവുകയാണ്. എല്ലാവരും പാത്രങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ 5:30 തന്നെ ഇറങ്ങി വരുന്നത്. അവിടെ വയ്ക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇതും വാങ്ങിച്ചുകൊണ്ടാണ്, ഈ ഒരു സൂപ്പ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡൈനിങ് ഹാള്. അപ്പോൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ് സൂപ്പ് മേടിക്കാനായിട്ട് കേട്ടോ. വെജിറ്റബിൾ സൂപ്പാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ സൂപ്പ് മേടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുടിക്കത്തില്ല, ചൂട് കാണും. അപ്പം ഞങ്ങൾ പതുക്കെ ആറ്റി ഇനി മുകളിൽ റൂമിൽ കൊണ്ടുവന്ന് കുടിക്കും കേട്ടോ. എപ്പോൾ സൂപ്പ് കുടിച്ചാലും എനിക്ക് ഇക്കിള് വെട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ കൈ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ സൂപ്പ് കുടിക്കാതിരിക്കുന്നത്. ഒരു ഡാർക്ക് കളറിൽ കുരുമുളകൊക്കെ ചേർത്ത ഒരു സൂപ്പാണ്. തക്കാളിയും ക്യാരറ്റും ബീട്രൂട്ടും വെണ്ടയ്ക്കയും കൂടെയൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സൂപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം നമ്മൾ വെളിയിലോട്ടൊക്കെ പോയി നിൽക്കും. നമ്മളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന ഒരു ദൃശ്യമാണിത് കേട്ടോ. അപ്പം ദൂരെയായിട്ട് നമുക്ക് കടൽ കാണാം, പക്ഷേ അത് ഇതിനകത്ത് അങ്ങനെ വ്യക്തമായിട്ട് കാണാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ വൈകിട്ട് കാലിന് നല്ല വേദനയായിരുന്നു. അപ്പം തുണി നനച്ച് കാലിൽ കെട്ടാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ് കേട്ടോ. നല്ല വേദനയ്ക്ക് നമുക്ക് തുണി നനച്ച് ഇങ്ങനെ കെട്ടിയാൽ വേദന കുറയും കേട്ടോ. അപ്പം അതൊക്കെ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. തലവേദനയ്ക്ക് നമ്മളങ്ങനെ തലയിലേക്ക് കെട്ടിയാൽ നമുക്ക് തലവേദന കുറഞ്ഞു കേട്ടോ എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തുണി നനച്ച് നമ്മളൊരു 20 മിനിറ്റ് ഇതുപോലെ ഇരിക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മുറിക്കകത്തേക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഡോക്ടർ റൗണ്ട്സിന് വന്നു. നാളത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും നമുക്കിപ്പോഴുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞു. അപ്പം അതിനൊക്കെ ശേഷം ഡോക്ടേഴ്സ് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കിടന്നുറങ്ങാവുന്ന സമയമാണ്. ഉറങ്ങാനായിട്ടൊക്കെ പോവുകയാണ്. ഒന്നും കൂടി നമ്മുടെ വർക്കലെ ഒന്നും കൂടി കണ്ടിട്ട് പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.